രാമനെ എല്ലായിടത്തും ആൾക്കാർ കാത്തിരിക്കാനുണ്ട്. റൗണ്ടിലുണ്ട്, നെയ്തലക്കാവിലുണ്ട്, അങ്ങനെ എല്ലായിടത്തും രാമനെ കാണാൻ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ തിടമ്പേറ്റി രാമനൊന്നാദ്യം ഈ നെയ്തലക്കാവ് ഭഗവതി ഒന്ന് വലം വയ്ക്കുകയാണ്. അതിനുശേഷം നേരെ ഇറങ്ങും. പിന്നെ നേരെ റൗണ്ടിലേക്കാണ്, ശക്തന്റെ തട്ടകത്തിലേക്കാണ്. തട്ടകം തകർക്കുക, പൂര അടിപൊളിയാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ രാമനും വരുന്നുണ്ട്. അപ്പൊ രാമനെ കാണാൻ കൂടി ആളുകൾ ഉണ്ടാകും. അവിടെ കുറെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ടാവും. ഇവിടെ തന്നെ ഒരുപാട് പേര് കൂടി നിൽക്കുന്നുണ്ട്. കണ്ടോ നിമിഷ ആ ദൃശ്യങ്ങളിൽ കണ്ടോ, തിടമ്പേറ്റി രാമന വഴി ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടോ. ആളുകൾ ഒപ്പം കൂടി ചേർന്നിങ്ങനെ വരുന്നുണ്ടോ. ആളുകളെയൊക്കെ നിയന്ത്രിക്കാൻ ഇവിടെയുള്ള ഈ ആനയുടെ ഒപ്പമുള്ള ആളുകൾക്ക് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം അത്രയധികം ആളുകൾ രാമനെ കാണാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു ചേട്ടനോട് സംസാരിച്ചില്ലേ, പുള്ളി എറണാകുളത്ത് നിന്നാണ് വന്നത്. രാമനെ കാണാൻ വേണ്ടി രാവിലെ 7 മണിക്ക് വന്ന് കാത്തു നിൽക്കുകയാണ് രാമനെ കാണാൻ. അപ്പം അങ്ങനെ അധികം ആളുകൾ എല്ലായിടത്തും ഉണ്ട്. നെയ്തലക്കാവിലുണ്ട്, റൗണ്ടിൽ കുറെ പേര് കാത്തു നിൽക്കുന്നുണ്ടാവും. കാരണം റൗണ്ടിലും ഈ ഒരു രാമൻ വരുമ്പോൾ അങ്ങനെ രാമനെ കാത്ത് നിരവധി പേർ വിവിധ സ്ഥലങ്ങളിൽ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴൊരു ഈ നെയ്തലക്കാവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഇതിലാണ് രാമൻ. ഇപ്പോൾ ഈ പടിവാതിലിനടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ വാതിലേക്ക് രാമൻ ഇറങ്ങും. പിന്നെ നേരെ റൗണ്ടിലേക്കാണ്, ശക്തന്റെ തട്ടകത്തിലേക്ക് തകർക്കുക, പൂരം പൊളിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ രാമനും വരും. ആരെങ്കിലും ഉണ്ടോ അവിടെ? രാമന്റെ ഒരുക്കങ്ങളൊക്കെയാണ് ഗോകുൽ പറഞ്ഞുകൊണ്ടിരുന്നത്.